വേണ്ട എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്ത് മറുപടി നമ്മൾ കൊടുക്കുക? അവർ പാർട്ട്നേഴ്സാണ്, അവരവരുടെ ലൈഫ് പാർട്ട്ണറാണ് കൂടെ ഉള്ളത്. അപ്പൊ ആ കുട്ടി ചോദിക്കുമായിരിക്കും, അതെന്താ 2 പെണ്ണുങ്ങൾ, അതെന്താ 2 ആണുങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണം, ആണുങ്ങളും മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമല്ല, അത് ഹെറ്ററോസെക്ഷൽ ആവുന്ന പോലെ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നതിന്റെ പേരിൽ ഈ കുട്ടി ഉടനെ ഹോമോസെക്ഷൽ ആവാൻ പോകുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. അതേസമയം ഹോമോസെക്ഷൽ ആകാനുള്ള എന്തെങ്കിലും ബയോളജിക്കൽ ട്രൈറ്റ്സ് ആ കുട്ടിയിലുണ്ടെങ്കിൽ ഹെറ്ററോസെക്ഷൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഹോമോസെക്ഷൽ ആവും. അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കുട്ടിയെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെ ആയാലും ഇനിയുള്ള കാലം ഇന്റർനെറ്റും സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് ശരിയായ കാര്യത്തിലേക്ക് അവരെത്തും. അതാണ് അതിന്റെ ബേസിക് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കും തോറും ഒരു സ്ട്രൈസന്റ് എഫക്റ്റ് ആണ് അവിടെ വരിക. അതായത് നിങ്ങൾ സപ്രസ് ചെയ്യുന്ന വിവരം അത് കണ്ടെത്താനുള്ള സാധ്യത അവർക്ക് കൂടുക ചെയ്യാം. അപ്പൊ അവർ വളരെ പെട്ടെന്ന് അത് അറിയാനുള്ള വഴിയാണ് തുറന്നു വിടുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോ കുട്ടികൾ എപ്പോഴാണ് ഇത് കൂടുതൽ അറിയുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കേണ്ടി വന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ വന്നുകൊണ്ടല്ലേ.